ഹായ് ഫ്രണ്ട്സ്, പ്ലൂലേടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കീകാർഡ് സ്വിച്ച് കണക്ഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ കീകാർഡ് സ്വിച്ച് കണക്ഷൻ കൊടുക്കുന്നത് ചെയ്തിരുന്നു. അത് എല്ലീസിൻ്റെ E-Square എന്ന കമ്പനിയുടെ സ്വിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് G10 കമ്പനിയുടെ സ്വിച്ചാണ്. GMൽ വരുന്ന ഒരു മോഡലാണ് G10. ആ കമ്പനിയുടെ കീകാർഡ് സ്വിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായി കണക്ഷൻ കൊടുക്കാവുന്ന ഒരു സ്വിച്ചാണ് G10ൽ വരുന്ന ഈ സ്വിച്ച്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും കണക്ഷൻ കൊടുക്കാം. സാധാരണ രീതിയിൽ DP സ്വിച്ച് കണക്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്വിച്ചിൻ്റെ കണക്ഷനും. 32 ആംപിയറിൻ്റെ 2MD സ്വിച്ചാണ് ഇത്. ഈ സ്വിച്ചിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും L1 L2 1 2 എന്ന് എഴുതിയിട്ടുണ്ടാകും. മുകൾ ഭാഗത്തായിട്ട് L1 L2 എന്നും അടിഭാഗത്തായി 1 2 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇത് നമുക്ക് രണ്ട് രീതിയിൽ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ന്യൂട്രൽ ലൈനിനെ ഡയറക്റ്റായി കൊടുത്തിട്ടും രണ്ട് ലൈനിനെ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതല്ലാതെ ഒരു റൂമിലെ ഫുൾ ലോഡും നമുക്ക് ന്യൂട്രലും ഫേസും കട്ടാക്കുന്ന രീതിയിലും ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ സ്വിച്ചിൻ്റെ കീ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് ഓൺ ആവാറ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇതാണ് സ്വിച്ച്, ഇപ്പോൾ ഓണായിരിക്കുകയാണ്. ഈ കീ ഇതിൽ നിന്നും ഊരുന്ന സമയത്ത് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആവുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഈ കീ ഒന്ന് ഊരി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള ലൈറ്റ് ഓഫ് ആവുന്നത്. കീ കാർഡ് ഈ സ്വിച്ചിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു LED ലൈറ്റ് കത്തുന്നതായിരിക്കും. അതോടുകൂടി തന്നെ റൂമിലെ എല്ലാ ഡിവൈസും ഓൺ ആവുകയും ചെയ്യും. ഇതാണ് കീ കാർഡ് സ്വിച്ചിൻ്റെ ഉപയോഗം. ഇനി നമുക്ക് കീ കാർഡ് സ്വിച്ചിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. മുകൾ ഭാഗത്തായി നമ്മൾ ഇന്നും അടിഭാഗത്തായി നമ്മൾ ഔട്ടും കൊടുത്തിട്ടുണ്ട്. ന്യൂട്രലും ഫേസും കണക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.